തിരുവനന്തപുരം ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ്. വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്ന് കോൺഗ്രസ് കൗൺസിലർ കെ.എസ്. ശബരിനാഥൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിക്ക് കുടപിടിക്കുകയാണെന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ. കുറ്റപ്പെടുത്തി. വാടക കരാർ പരിശോധിച്ച് നടപടിയെന്ന് മേയർ വി. രാജേഷ് വ്യക്തമാക്കി. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ഇന്ന് പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം.എൽ.എ. ഓഫീസ് അവകാശ തർക്കത്തിൽ നിയമപരമായി നീങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. വാടകയ്ക്ക് നൽകിയ തീരുമാനം റദ്ദാക്കാൻ കൗൺസിലിന് അധികാരമുണ്ടെന്നിരിക്കെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കും. തുച്ഛമായ വാടക കരാർ പുതുക്കി നിശ്ചയിച്ചേക്കും. വി.കെ. പ്രശാന്ത് ഓഫീസ് ഒഴിയണോ എന്ന രേഖകൾ പരിശോധിച്ചതിന് ശേഷം പറയാമെന്ന് മേയർ വി. രാജേഷ്. ആ കരാർ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി. അതിന് കാലാവധി ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചില്ല. വിവാദം ചൂടുപിടിക്കുന്നതിനിടെ എം.എൽ.എ. വി.കെ. പ്രശാന്തിനെ വിമർശിച്ച മുൻ എം.എൽ.എയും കൗൺസിലറുമായ കെ.എസ്. ശബരിനാഥനും രംഗത്തെത്തി. തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. അവകാശ തർക്കത്തിൽ കരാർ കാലാവധി കഴിയും വരെ കെട്ടിടം ഒഴിയില്ലെന്ന നിലപാടിലാണ് വി.കെ. പ്രശാന്ത്. മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. ഇന്നലെ മേയർ സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ, കൂടിയ വാടക നമുക്ക് കൊടുക്കാം. കൗൺസിലർ എം.എൽ.എ. തർക്കത്തിൽ ഇടപെടാനില്ലെന്നായിരുന്നു കെ. മുരളീധരന്റെ പ്രതികരണം. ശബരിനാഥന്റേത് നീതിയും ന്യായവുമില്ലാത്ത പ്രതികരണമെന്ന് വി. ശിവൻകുട്ടി പറഞ്ഞു. ആർ. ശ്രീലേഖ പക്വത കാണിക്കണമെന്ന് സ്പീക്കർ എൻ. ഷംസീർ. ആർ. ശ്രീലേഖയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.